ഈ പരാതി കൊടുക്കുന്ന ആളിനോട് അത് ആരാണെന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ആ, എങ്ങനെയാണ് എവിടെ വെച്ചാണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ, അപ്പോൾ എല്ലാം ആ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയാണ് തിങ്കളാഴ്ച വരുന്നത്. എവിടെയോ കിടക്കുന്ന ഏതോ ആരോ ഒരാളെ എന്നോ രാഹുൽ പീഡിപ്പിച്ചു, ഇതാണ് പരാതി. അത് കൃത്യം KPCCക്ക് തന്നെ ആ പരാതി എത്തുന്നു. KPCCക്ക് എത്തുന്ന ആ പരാതി അടുത്ത DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതുടനെ പിണറായി സഖാവിന് അദ്ദേഹത്തിന്റെ പോലീസിനും നേരത്തെ SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, ആ ടീമിനെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. ഇനിയിപ്പോ നോട്ട് അറസ്റ്റ് വന്നിട്ടുള്ളത് ആ കേസിലല്ലേ, എന്നാൽ ഇതിൽ അവനെ പൊക്കിയേക്കാം എന്ന് കരുതിയിട്ട് പിന്നെ കാട്ടടച്ചൊരു പോക്കാണ്. നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. സത്യസന്ധമായി എന്റെ പ്രേക്ഷകർ, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊല്ലാൻ നടക്കുന്നവരായാലും തല്ലാൻ നടക്കുന്നവരായാലും തലോടാൻ നടക്കുന്നവരായാലും, നിങ്ങൾ സത്യസന്ധമായി ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കണം. കമന്റ് ബോക്സിൽ എഴുതണ്ട. കമന്റ് ബോക്സിൽ നിങ്ങളുടെ രാഷ്ട്രീയം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ എഴുതിയാൽ മതി, സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതൊക്കെ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ യഥാർത്ഥത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോഴത്തെ ഈ പരിപാടികൾ നടക്കുന്നത്? അതോ അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് അയാളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്റെ അഭിപ്രായം, അത് നിങ്ങളുടെ അഭിപ്രായക്കൊള്ളൊന്നുമില്ല, എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇപ്പോഴും നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ ഇവിടുത്തെ ഇടതിനും വലതിനും ഇപ്പൊ പ്രശ്നമാണ്. വലതിന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തൽപര കക്ഷികളായ കടൽക്കഴവന്മാരുണ്ട് കോൺഗ്രസിന്. അവരുടെ ആ സ്ഥാന ആരോഹണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തടസ്സമാകുന്നെന്ന് അവർക്ക് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ അവരുടെ തലയ്ക്ക് മീതെ കയറിയിരുന്ന് ഒരു പക്ഷേ ഇരിക്കുന്ന ഒരു സാഹചര്യം, ഒരു പദവി അലങ്കരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സഹിക്കൂല. കാര്യം മെനഞ്ഞാന്ന് വന്ന മുട്ടേന്ന് ഉരിയാത്ത പിള്ളേരാണല്ലോ. അവരെ അങ്ങനെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അവർക്ക് സഹിക്കൂല. അതുകൊണ്ട് തന്നെ അവനൊന്നും അങ്ങനെ കയറണ്ട. കോൺഗ്രസിന്റെ ഒരു സ്വഭാവം നമുക്കറിയാലോ. ആരെങ്കിലും ഒരാളെ തട്ടി വീണ് കഴിഞ്ഞാൽ അവിടെ ഇട്ട് 4 ചവിട്ടി അരച്ച് തേച്ച് ചുമരിൽ തേച്ചൊട്ടിക്കുന്ന ഒരു സ്വഭാവമാണ് അവിടെ ഉള്ളത്. അത് CPM നേരെ എതിരാണ്. CPM പക്ഷെ അങ്ങനെയല്ല. CPM തങ്ങളുടെ കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ, എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് ആര് തന്നെ ആയിരുന്നാലും, കൊലക്കേസായിക്കോട്ടെ, എന്ത് കേസായിക്കോട്ടെ, നമ്മള് CPM വിമർശിക്കുന്നത് കൊലക്കേസിലും മറ്റും പ്രതികളെ സംരക്ഷിക്കുന്നതിൽ വലിയ വിമർശനം നമുക്കുണ്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ അണികളെ അവർ സംരക്ഷിക്കുന്നു എന്നുള്ള പോസിറ്റീവാണ് അവർ പറയുന്നത്. അവരെ നമ്മളല്ലാതെ പിന്നെ ആര് സംരക്ഷിക്കും? ഒരു ആപത്ത് വരുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കൊടിയെടുത്ത്, പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച്, പാർട്ടിക്ക് വേണ്ടി നടന്നവരാ. അപ്പോൾ അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ, അവരോ ഇന്നൊരു പാകപ്പെട വരുമ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ആ സംരക്ഷണം അവർ നടത്തുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെയല്ല. കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ മേലെ ആരെങ്കിലും കയറുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവനൊന്ന് നിലത്തേക്കൊന്ന് വീണാൽ അല്ലെങ്കിൽ കുനിഞ്ഞു കഴിഞ്ഞാൽ അവന് ഊരയ്ക്ക് ഒരു ചവിട്ടും കൂടെ കൊടുത്ത് അവിടെ ചവിട്ടി മതിച്ച് അവൻ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ PD സതീശനടക്കം കോൺഗ്രസ് നേതൃത്വം ഒരു വിഭാഗം ചവിട്ടി തേക്കുന്നത്. അത് മനസ്സിലായിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പരോക്ഷമായിട്ടെങ്കിലും സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. ഇനി CPM അവസ്ഥ എന്താ? CPM ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന, പിണറായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു ദാക്ഷിണ്യമില്ല. എടോ വിജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ പോലും പിണറായി വിജയൻ എന്ന് റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിക്കും. ഇതിന്റെ പേരെ വിളിക്കുള്ളൂ. എടോ വിജയ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയേയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. അത് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. കാരണം എന്താണെന്നറിയാം, അത് എനിക്ക് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ സഖാവ് പിണറായി വിജയനാണ് ഏറ്റവും വിശ്വസ്തൻ എന്ന് ഇവിടുത്തെ യൂട്യൂബർമാരെല്ലാവരും പറയും. അവരോട് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്ക്. ഞാനിത് പരസ്യമായിട്ട് പറയുന്നേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാരാ? രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്, ഏറ്റവും കൂടുതൽ പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നത് സഖാവ് പിണറായി വിജയനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ്? സഖാവ് പിണറായി വിജയൻ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കൂല എന്നുള്ള എന്റെ വിശ്വാസമാണ്. അയാളെ എന്ത് പറഞ്ഞാലും, ഏത് രീതിയിൽ വിമർശിച്ചാലും, എത്ര ആക്ഷേപിച്ചാലും പിണറായി വിജയൻ എനിക്കെതിരെ കേസ് കൊടുക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത് സഖാവ് പിണറായി വിജയനെയല്ല. ഞാൻ ചോദിക്കുകയാണ്, സത്യസന്ധമായി ചോദിക്കുകയാണ്. എന്ന് വെച്ച് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനാണ്? വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ എതിർപ്പുണ്ടാണോ? അല്ല, ഈ ഭരണത്തിന്റെ ഇതുകൊണ്ടാണ്. അത് അദ്ദേഹം മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം വിമർശിക്കുന്നത് സഖാവ് പിണറായി വിജയനെ തന്നെയാണ് ഇന്ന് ഈ കാലത്ത്. അങ്ങനെ പിണറായി വിജയനെ നിർദാക്ഷിണ്യം ഒരു ദയം കൂടാതെ വിമർശിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് CPM ഏറ്റവും വലിയ ശത്രുവായിട്ട് നിലനിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറയാം. പിന്നീടേ വരുള്ളൂ ഷാഫി പറമ്പിലൊക്കെ. ഇവർ രണ്ടും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ വരുള്ളൂ. അതിൽ തന്നെ ചിലരൊക്കെ സഖ്യകക്ഷികളാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലൊക്കെ ചില പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് അവരുടെ നിലപാടുകൾ കാണുമ്പോൾ. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഇപ്പോൾ 2ാമത്തെ കേസ്, അത് തന്നെയാണ് ഇതിന്റെ കാരണം. ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം ഇരയെ പീഡിപ്പിച്ചത് കൊണ്ട് എടുത്ത കേസാണോ? അല്ല.
ആദ്യ ഇരയെ പീഡിപ്പിച്ചു, സംഗതി ശരി തന്നെ. പക്ഷെ അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനം ഉള്ളത് കൊണ്ടാണ്, അത് ജനം അറിയണ്ട, പബ്ലിക് അത് അറിയണ്ട എന്നതുകൊണ്ടാണ് അദ്ദേഹം സെഷൻ കോടതിയിൽ, അടച്ചിട്ട കോടതിയിൽ വാദം വേണമെന്ന് പറഞ്ഞത്. കാരണം അവിടെ ഈ കോലും തൂക്കിക്കൊണ്ട് ഇങ്ങനെ ഹൈക്കോടതി ചെന്ന് നിൽക്കുന്ന പോലെയല്ല. ഈ മജിസ്ട്രേറ്റ് കോടതിയിലാവുമ്പോൾ ഇങ്ങനെ നിൽക്കും, സെഷൻ കോടതിയിലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിലിട്ട് കളിക്കാനുള്ളതല്ല തന്റെ ലൈഫ്, തന്റെ രഹസ്യങ്ങൾ. അത് ഇരയായാലും തന്റെ കൂടെ ഒരിക്കൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ആ വനിതയുടെ ജീവിതവും വളരെ വലുതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയിട്ട് അതും ഇട്ട് അലക്കാൻ, പബ്ലിക്കായിട്ട് അലക്കാൻ രാഹുൽ തയ്യാറായില്ല. അത് അയാളുടെ മാന്യത. അപ്പോൾ ആ മാന്യത അയാൾ എടുത്തപ്പോൾ അവിടെ അയാൾക്ക് എന്നിട്ടും പരാജയം ഉണ്ടായി. ആ പരാജയം ഉണ്ടായി ഹൈക്കോടതിയിൽ ഇപ്പൊ നോട്ട് അറസ്റ്റ് നേടി. അപ്പോൾ ഈ ഒരു കേസ് ഉണ്ടാകാൻ കാരണം എന്താ? ഇയാൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതോ മാധ്യമം നിർബന്ധിച്ച് കൊടുപ്പിച്ച കേസാണ് എന്നുള്ള ഗതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ വരുന്നത്. അതിനുള്ള രേഖയുമുണ്ട്, കോടതിയിൽ നിന്നുള്ള രേഖയും എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ഏതോ പൊളിറ്റീഷ്യന്മാർക്ക് ആർക്കൊക്കെയോ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കണം, ഇല്ലാതാക്കണം എന്നൊരു ധാരണ, ഒരു തോന്നൽ. ആ തോന്നൽ നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കേസ്. അതായത് പരാതിക്കാരിയുമായിട്ടുള്ള പരാതിക്ക് ഇടയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് അവർക്ക് പരാതിയില്ല, അത് അവർക്കിടയിലുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഈ വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമയിൽ ഇതുപോലൊരു സമാന സീനുണ്ട്, അറിയാമല്ലോ. ഒരു രണ്ടുപേരും കൂടെ കിടന്ന് അടികൂടിക്കതിന് ശേഷം അതിൽ ഒരുത്തനെ കൊടുക്കാൻ വേണ്ടി മറ്റവന്റെ തന്ത വന്ന് പരാതിക്ക് അന്വേഷിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാമെന്ന്. അത്രേ ഉള്ളൂ. അവരുടെ ഇടയിലുള്ള വിഷയങ്ങൾ അവർ തീർത്തേനെ. ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ ചോർന്നു പോയി എന്നുള്ളത് സത്യം. അത്രയുള്ള ആ ചോർന്ന കാര്യങ്ങൾ വെച്ചിട്ട് മുതലാക്കി. അപ്പൊ അതിൽ നടക്കൂല എന്ന് മനസ്സിലായപ്പോ, ഇതിന് തെളിവാ ഞാൻ പറയുന്നേ, അതിന് നടക്കൂല എന്ന് വിചാരിച്ചപ്പോ, മനസ്സിലായപ്പോ ഇവിടുത്തെ പാർട്ടി നേതൃത്വവും ഏത് പാർട്ടി നേതൃത്വം, CPM പ്ലസ് കോൺഗ്രസ്, VD സതീശൻ പക്ഷം, അവിടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് അടുത്തൊരു കേസ് ഉണ്ടാകുന്നത്. അടുത്ത കേസ് ഒരു അനാഥമായിട്ടൊരു കേസ്. ആരെ കൊണ്ടോ ഒരു ഇമെയിൽ അയക്കുകയോ എന്തോ ചെയ്തിട്ട് അത് വേഗം DGPക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ആ പരാതി പോലീസിൽ കൊടുക്ക് എന്ന് പറഞ്ഞാൽ മതി. അവർ പോലീസിൽ കൊടുക്കട്ടെ. അവർ കൊടുക്കൂല. അത് കൃത്യം KPCCക്ക് തന്നെ ആ പരാതി എത്തുന്നു. KPCCക്ക് എത്തുന്ന ആ പരാതി അടുത്ത DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതുടനെ പിണറായി സഖാവിന്, അദ്ദേഹത്തിന്റെ പോലീസിനും, നേരത്തെ SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, ആ ടീമിനെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. ഇനിയിപ്പോ നോട്ട് അറസ്റ്റ് വന്നിട്ടുള്ളത് ആ കേസിലല്ലേ, എന്നാൽ ഇതിലവനെ പൊക്കിയേക്കാം എന്ന് കരുതിയിട്ട് പിന്നെ കാട്ടടച്ചൊരു പോക്കാണ്. എന്ത് തേങ്ങ വെച്ചിട്ടാണ് നിങ്ങൾ അന്വേഷിക്കാൻ പോണത്? പരാതിക്കാരുടെ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. പരാതിക്കാരാരാ? KPCC ആണ് പരാതിക്കാരൻ. ആ പെൺകുട്ടി പരാതിക്കാരിയല്ല ഇതുവരെ. മുൻകൂർ ജാമ്യം എടുക്കാൻ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ പരാതിക്കാരി ഇല്ല, പരാതിക്കാരനേ ഉള്ളൂ. KPCCന്റെ ആൾക്കാരാ പരാതി എന്ന് പറയുന്നത്. ഒരു പുരുഷനാണ് പരാതിക്കാരൻ. പുരുഷനെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. എവിടെയോ കിടക്കുന്ന ആരോ ഒരാളെ എന്നോ രാഹുൽ പീഡിപ്പിച്ചു, ഇതാണ് പരാതി. മനസ്സിലായില്ലേ? അതായത് എവിടെയോ ഉള്ള ഒരു 23 വയസ്സുകാരി എന്ന് പറയപ്പെടുന്ന ഏതോ കുടുംബത്തിലെ ഏതോ ഒരു പെണ്ണിനെ ഏതോ ഒരു സമയത്ത് ഏതൊക്കെയോ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു. ഈ പരാതി കൊടുക്കുന്ന ആളിനോട് അത് ആരാണെന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയാണ് തിങ്കളാഴ്ച വരുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പരാതിക്കാരി എവിടെന്നെങ്കിലും കണ്ടെത്തി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരാതി കിട്ടുമ്പോൾ അത് അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തി ശിക്ഷിക്കലായിരുന്നു പണ്ടത്തെ പണിയെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രതിയെ ആദ്യം തന്നെ സെറ്റ് ചെയ്യും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം തന്നെ സ്കെച്ച് ചെയ്തു, പ്രതിയാക്കി നിശ്ചയിച്ചു. എന്നിട്ട് പരാതിക്കാരെ അന്വേഷിക്കുന്നു, പരാതിക്കാരുടെ മൊഴി അന്വേഷിക്കുന്നു. അങ്ങനെയാണ് കേസന്വേഷണം ഇപ്പോഴത്തെ കേരളത്തിലെ കേസന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രാഹുലിനെ തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന്. രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്ക്, പരാതിക്കാരിക്ക് പേരോ കാര്യങ്ങളോ ഇല്ല. പോലീസിലും കോടതിയിലും ആ പേര് വേണ്ടേ? ജനങ്ങൾക്ക് ആ പേര് വേണ്ട, മറഞ്ഞു നിൽക്കണം, ഇരയാണ്, അങ്ങനെ തന്നെ കരുതാം. പക്ഷെ പോലീസിനും കോടതിക്ക് ആ പേര് വേണ്ടേ? പോലീസിനും കോടതിക്ക് ആ മൊഴി വേണ്ടേ? ഇപ്പൊ വളരെ കഷ്ടപ്പെട്ട് തിങ്കളാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ പരാതിക്കാരിയുടെ ഒരു മൊഴി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരാതിക്കാരി അന്വേഷിച്ച് ഇങ്ങനെ നടക്കണിപ്പോ. പരാതിക്കാരി അന്വേഷിച്ച് നടക്കാൻ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് അതാണ് ഗതി. അപ്പൊ എന്തിനാണ് ഇത്ര ഗതിയിട്ട് പോണത്? ആ പരാതിക്കാരി വന്ന് മൊഴി തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേസെടുത്താൽ പോരെ, നിങ്ങൾ എന്തിനാ മൊഴി തേടി നടക്കുന്നത്? എന്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് കെട്ടിച്ചമയ്ക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറയുന്നത്. എന്തിന് നിങ്ങൾ പരാതിക്കാരിയുടെ മൊഴി അന്വേഷിച്ചിട്ട് ഇങ്ങനെ പരക്കം പായണം? രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പരാതിക്കാരിയുടെ മൊഴി വേണം. ആ മൊഴിക്ക് വേണ്ടിയിട്ട് പരക്കം പായാണ് പോലീസ്. അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ പരാതി? ഓൾക്ക് മൊഴി തരാൻ സൗകര്യമില്ല, മറ്റാർക്കും ഒന്നിനും സൗകര്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പരക്കം പായുന്നത്? മൊഴി എടുക്കാൻ വേണ്ടി ഇന്ന ദിവസം വരണം എന്ന് നോട്ടീസ് കൊടുത്താൽ പോരെ? ഈ തന്ന മെയിലിലേക്ക്, നിങ്ങൾക്ക് പരാതി അയച്ചു തന്ന അതേ മെയിലിലേക്ക്
ഇത്രാം തീയതി മൊഴിയെടുക്കാൻ വരണം, ഇല്ലെങ്കിൽ വരാൻ പറ്റുന്ന മറ്റൊരു ദിവസം അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ മെയിലും കൊടുത്താൽ പോരെ. എന്നിട്ട് ആ സൗകര്യത്തിന് അവർ വരുമ്പോ ആ വരുന്ന സൗകര്യത്തിന് മൊഴിയെടുത്താൽ പോരെ. അതിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടുന്നെങ്കിൽ എന്ത്, അയാൾ വെറുതെ വിടുന്നെങ്കിൽ എന്ത്, എന്തായാലും നിങ്ങൾക്ക് എന്ത്. അപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് മൊഴിയെടുക്കണം, മറ്റു കാര്യങ്ങൾ വേണം. അപ്പൊ അജണ്ട എന്താണ്? ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കലല്ല ഇവിടുത്തെ അജണ്ട. ഇവിടെ ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഒരു അജണ്ടയും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് അജണ്ട. അതുകൊണ്ടാണ് ഞാനടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത്. ആ അജണ്ടയ്ക്ക് ഈ സർക്കാരിനും ഈ പോലീസിനും ഈ നിലപാടുകൾക്കും ഒത്താശ ചെയ്തു തരാൻ എനിക്ക് പറ്റില്ല. എന്നെ പോലെ ചിന്തിക്കുന്നവരിൽ അങ്ങനെ ചിന്തിക്കുന്നു. നേരെ മറിച്ച് ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഇരയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ഇര തരുന്ന മൊഴി പ്രകാരം നടപടി എടുത്തുകൊണ്ട് അന്വേഷിച്ച് ഏത് ഗുദാമിലവനുണ്ടെന്നുണ്ടെങ്കിലും ഏവനായാലും ശരി, എത്ര കൊടി കൊമ്പത്തുള്ളവനായാലും ശരി, അവനെ പിടിച്ചോണ്ട് വന്നിട്ട് 4 കൂമിനെടുത്ത് 4 ചാമ്പും ചാമ്പിട്ട് എടുത്തകത്തിട്ട് ശിക്ഷിക്കാൻ കൊടുക്ക്, കോടതിക്ക് അങ്ങോട്ട് കൊടുത്ത് ജീവപര്യന്തം അങ്ങോട്ട് കൊടുക്ക്, മരണം വരെ അവനവിടെ കിടക്കട്ടെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, കട്ട സപ്പോർട്ട്. ഇതൊരു പരാതിക്കാരി സൃഷ്ടിച്ചിട്ട് ഒരുത്തനെ പൂട്ടാൻ വേണ്ടി പ്രതിയെ ആദ്യം ഇവിടെ നിർണയിച്ച് വെച്ചേക്കാണ്. പ്രതിയെ ആദ്യം നിർണയിച്ച് അവിടെ കൂട്ടി വെച്ചതിന് ശേഷം എന്നിട്ട് പരാതിക്കാരിയെ തപ്പിപ്പോവാണ് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൊഴിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇനി വേണം എന്നിട്ട് അവനെ പൂട്ടാൻ ഒരു നിവൃത്തിയില്ല. മറ്റേതിൽ നോട്ട് അറസ്റ്റ് വന്നല്ലോ. ആദ്യത്തേതിൽ നോട്ട് അറസ്റ്റ് വന്നതുകൊണ്ട് ഇനി ഇവനെ പൂട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗമല്ല, പരാതി വന്നേക്കും. അപ്പൊ പൂട്ടാനാണ് തിടുക്കം, പരാതിക്കാരിക്ക് നീതി കൊടുക്കാനല്ല. ഇത് ജനം മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഉറപ്പാണ്, ഇങ്ങനെ പോവാണെങ്കിൽ കോൺഗ്രസിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെന്നില്ല, CPM എതിർക്കാൻ വേണ്ട. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രമായിട്ട് എവിടെ നിന്ന് കഴിഞ്ഞാലും ഏവന്റെ കോട്ടയം പൊളിക്കുന്ന രീതിയിലുള്ള ജനപിന്തുണ ഇപ്പുറത്ത് കൂടി വരുന്നുണ്ട്. 2 പാർട്ടിക്കാരും രാഹുലിനെ പൂട്ടാൻ നിൽക്കുന്ന 2 പാർട്ടിക്കാരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഇത് കാണുന്നത് നല്ലതാ. നിങ്ങൾ തന്നെ മാന്തണം. Different angles. Don't forget to subscribe and support this channel.